ഇന്നലെ ബൃഹസ്പതി എന്ന് പറയുന്ന ഒരാളിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം വാസ്തവത്തിൽ ന്യായശാസ്ത്രത്തെ പിന്തുടർന്ന ഒരു ദാർശനികനാണ്. ന്യായശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ഗൗതമ മഹർഷി. അപ്പോൾ ആ ന്യായദർശനത്തിൻ്റെ പിന്നീട് പിൽക്കാലത്ത് വന്ന ഒരു ആചാര്യനാണ് ഈ ബൃഹസ്പതി എന്ന് പറയുന്നയാൾ. ഞാൻ ഇന്നലെ അതിന് വൈശേഷികം എന്നെന്തോണ് പറഞ്ഞത്, അത് തെറ്റാണ്. ഇപ്പം നമുക്ക് 9ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. സംവിന്മാത്രാ ധൃതേ തസ്മാത് ഭൂതം കിമിവ കഥ്യതാം മ്രിയതേ തച്ചേത് തദദ്യേമേ കുതോ വയം. ബോധമല്ലാതെ ഇന്നേ വരെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായതെല്ലാം ബ്രഹ്മമാണ്. പക്ഷേ ജനിക്കാത്തതും മരിക്കാത്തതുമാണ് ഈ ബ്രഹ്മം എന്നാണല്ലോ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇതുവരെ ഉണ്ടായതെല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മം ഉണ്ടാകാത്തതുമാണ്. ഇതേതുപോലെ എന്ന് ചോദിച്ചാൽ, സ്വർണം ഒരിക്കലും മാലയോ വളയോ ആയി മാറുന്നില്ല. എന്നാൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള സകല മാലകളും വളകളും മറ്റ് സ്വർണ്ണാഭരണങ്ങളും എല്ലാം ഈ സ്വർണം തന്നെ. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞത് മനസ്സിലാവണം. സ്വർണത്തിൽ നിന്ന് ഭിന്നമായി ആഭരണ നാമരൂപങ്ങൾ ഇല്ല. നാമരൂപങ്ങളാണ് ഉണ്ടാവുന്നത്, ജനിക്കുന്നത്. ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള സകല നാമരൂപ ആഭരണങ്ങളും സ്വർണം തന്നെ. എന്നാൽ സ്വർണം ആഭരണങ്ങളായി മാറുന്നില്ല. ആഭരണ രൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതല്ലാതെ ആഭരണം എന്ന ഒരു പുതിയ വസ്തു ഉണ്ടാകാത്തത് കൊണ്ട് സ്വർണം ഒരിക്കലും ആഭരണമായി മാറുന്നില്ല. നമ്മൾ ഈ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഒരു പ്രപഞ്ചമുണ്ട് എന്ന് കരുതുന്നതാണ് സർവ കുഴപ്പങ്ങൾക്കും കാരണം. സകല കുഴപ്പങ്ങൾക്കും കാരണം ഈ നാമരൂപങ്ങളിൽ അധിഷ്ഠാന സത്യത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ വസിഷ്ഠ മഹർഷി പറയുന്നത് ശ്രദ്ധിക്കൂ. ബോധമല്ലാതെ ഇന്നേ വരെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉള്ളതായി നമ്മുടെ അനുഭവത്തിൽ പ്രകാശിക്കുന്നതെല്ലാം ബോധം തന്നെ. ഇനിമേൽ ഉണ്ടാകാൻ പോകുന്നതെല്ലാം അത് തന്നെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമല്ലാതെ വേറൊന്നുമില്ല. ബ്രഹ്മത്തിൽ ഇങ്ങനെ നാമരൂപങ്ങൾ വെറുതെ ഉള്ളതുപോലെ തോന്നുന്നു, അത്രയേ ഉള്ളൂ. അവിടെയൊന്നും പുതിയ വസ്തു ഉണ്ടാവുന്നില്ല. സംവിന്മാത്രാ ധൃതേ തസ്മാത് ഭൂതം കിമിവ കഥ്യതാം. ബ്രഹ്മമല്ലാതെ എന്താണ് ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ളത്? എന്നോടൊന്ന് പറയൂ രാമ. കഥ്യതാം മ്രിയതേ തച്ചേത് യദദ്യേമേ കുതോ വയം. ആ ബ്രഹ്മം മരിക്കുന്ന ഒന്നായിരുന്നുവെങ്കിൽ, അത് മരിക്കാത്തത് തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമില്ല. അത് നശിക്കുന്ന അല്ലെങ്കിൽ മരിക്കുന്ന ഒന്നായിരുന്നെങ്കിൽ നമ്മളാരും ഇവിടെ ഇങ്ങനെ ഉണ്ടാവുകയില്ലായിരുന്നു. ഞാനുണ്ട് എന്നുള്ള അനുഭവം ബോധത്തിനു മാത്രം സ്വന്തം, ജഡത്തിന് ആ അനുഭവമില്ല. ഞാനുണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഹാളിൽ ഇരിക്കുന്നില്ലേ? ഇവിടെയുള്ള സകല ജീവന്മാരും തൻ്റെ അസ്തിത്വത്തെ അറിഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ ജീവിക്കുന്നത്. ഇതിൽ പരം വേറെ എന്ത് തെളിവ് വേണം? ബോധം മരിക്കുന്ന ഒന്നായിരുന്നെങ്കിൽ നമ്മളാരും ഞാനുണ്ട് എന്ന് അനുഭവിക്കുകയില്ലായിരുന്നു. നമുക്ക് ഞാനുണ്ട് എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ ബോധം തന്നെ, ബ്രഹ്മം തന്നെ. നിങ്ങളുടെ ശരീരം പല പ്രാവശ്യം ഉണ്ടായി നശിച്ചിട്ടുണ്ടാവും. ആ ഓരോ ശരീരത്തെയുമാണ് നമ്മൾ ജന്മം എന്ന് പറയുന്നത്. ജന്മങ്ങൾ പലതാണ്. ജന്മങ്ങളിലൂടെ യാതൊരു തരത്തിലുള്ള മാറ്റവും കൂടാതെ കടന്ന് വന്ന് പണ്ടത്തെ പോലെ തന്നെ വർത്തിക്കുന്ന ഒന്നാണ്
ഈ ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മത്തിന് നാശമില്ല എന്നുള്ള സംഗതിയെ നമ്മുടെ അനുഭവത്തെ വെച്ചുകൊണ്ട് തെളിയിച്ചു തരികയാണ് വസിഷ്ഠ മഹർഷി. നമ്മൾ പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അല്ല, അതിൽ സംശയമുണ്ടോ? ഞാൻ ജനിച്ചു എന്നല്ലേ പറയുന്നത്. ഒന്ന് ജനിക്കണമെങ്കിൽ അത് ജനനത്തിന് മുമ്പ് ഉണ്ടായിരിക്കണം. കാരണം ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ജഡാനുഭവമല്ല. ജഡപദാർത്ഥങ്ങളാണ് ഇല്ലാതിരുന്നിട്ട് പിന്നീട് ഉണ്ടാവുന്നത്. ബോധം ഇല്ലാതിരുന്നിട്ട് ഉണ്ടാവുന്നതല്ല, ബോധം എന്നും ഉള്ളതാണ്. അപ്പോൾ ഞാൻ ജനിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുമ്പോൾ, ജനനത്തിന് മുമ്പ് നാം ഉണ്ടായിരുന്നിരിക്കണം. ഉള്ളതാണ് ഒരു ശരീരം സ്വീകരിച്ച് പ്രത്യക്ഷപ്പെടുന്നത്. ശരീരമാണ് പുതിയതായിട്ടുണ്ടായത്, ആത്മാവ് പുതിയതായിട്ടുണ്ടായിട്ടില്ല. അത് പണ്ടേ ഉള്ളതാണ്. തഥ്യതാം മ്രിയതേ തച്ചേത് യദ്യേമേ കുതോ വയം. ബോധം മരിക്കുന്ന ഒന്നായിരുന്നുവെങ്കിൽ നമ്മളാരും ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ള അനുഭവം നമുക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മൾ മരിക്കാത്ത ആത്മാവാണ് എന്ന് അറിയണം. ഇതാണ് വസിഷ്ഠ മഹർഷിയുടെ യുക്തി. ഭൂതം നിത്യം സദ്വസ്തു. നിത്യവും നിത്യമെന്ന് പറഞ്ഞാൽ തന്നെ നശിക്കാത്തത്, എന്നും നിലനിൽക്കുന്നത് എന്നാണ് അർത്ഥം. ആ സത്ത് ഇല്ലാതിരുന്നിട്ട് ഉണ്ടാവുന്ന ഒന്നല്ല, കുറച്ചു കാലം നിലനിന്നതിന് ശേഷം ഇല്ലാതാവുന്ന ഒന്നുമല്ല. അതൊക്കെ ജഡങ്ങളുടെ സ്വഭാവമാണ്. ഇല്ലാതിരുന്നിട്ട് ഇടയ്ക്ക് ഉള്ളതുപോലെ തോന്നുക, വീണ്ടും പഴയതുപോലെ ഇല്ലാതാവുക. അത് ജഡങ്ങളുടെ സവിശേഷതയാണ്. ബോധം അങ്ങനെയുള്ള ഒന്നല്ല. അത് ഇല്ലാതിരുന്നിട്ട് ഉണ്ടാവുന്ന ഒന്നല്ല. അതെന്നും ഉള്ളതാണ്. എന്നും ഉള്ളതായതുകൊണ്ട് അതിന് ഇല്ലായ്മ എന്നുള്ളത് സംഭവിക്കുകയുമില്ല. അഭാവം ബോധത്തിൽ സാധ്യമല്ല. വാദിനസൗകദാധ്യായേ യേ ലോകായതികാദയഃ സംവിദാകാശമുത്സൃജ്യ യന്മന്യന്തേ തദുച്യതാം. പലതരത്തിലുള്ള വാദമുഖങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ആളുകളുണ്ട്. ഓരോന്നിനെയും നമ്മൾ ഓരോ ദർശനം എന്നാണ് പറയുന്നത്. എല്ലാവരും ഗംഭീരന്മാരാണ്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ആത്മാവിനെ സാക്ഷാത്കരിച്ചവർ അവർ വളരെ ചുരുക്കമാണ്. ഒക്കെ മഹർഷിമാരാണ്, അനേകം ചിന്തകന്മാരുണ്ട്, അവരെല്ലാവരും സൂക്ഷ്മദർശികളാണ്. സൗഗതാദ്യാഹ, സുഗതൻ്റെ അനുയായികൾ. ആരാണ് ഈ സുഗതൻ? ബുദ്ധൻ, ശ്രീബുദ്ധൻ. അദ്ദേഹമാണ് സുഗതൻ. സൗഗതാദ്യാഹ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ മതത്തെ അല്ലെങ്കിൽ ബുദ്ധൻ്റെ അഭിപ്രായത്തെ പിന്തുടരുന്നവർ. ഞാൻ ഒരു കാര്യം പറയാം, ഈ കാലവും ദേശവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തരുത്. ആദി കാവ്യമാണ് രാമായണം. ഇത് വാസിഷ്ഠ രാമായണം. ഇത് എഴുതിയത് വാൽമീകിയാണ്. ഇതിനു മുമ്പ് ഈ സാർ ഇപ്പം ചോദിക്കാൻ വന്ന ചോദ്യം എന്തുകൊണ്ട് അന്ന് ചോദിച്ചില്ല? ഇതിനു മുമ്പ് ഭഗവത്ഗീത അർജുനന് ഉപദേശിക്കുന്നതായിട്ട് ഒരു ഭാഗമുണ്ട്. അപ്പം അതിൽ ഭാവി കാലത്തിൽ നടക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ രാമായണവും മഹാഭാരതവും പുരാണങ്ങളും ഇവയൊന്നും ഈ ലോകത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ല, ഇവിടെ നടന്ന കാര്യങ്ങളല്ല. ഇതൊന്നും കഥയോ ചരിത്രമോ അല്ല. ഇത് കാൽപ്പനികവുമല്ല, പണ്ട് നടന്ന സംഭവങ്ങളുമല്ല. സൂക്ഷ്മമായ വിഷയത്തെ കഥയുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. എത്രയോ കൊല്ലത്തിന് ശേഷം ഈ വാൽമീകി എന്തായാലും ശ്രീബുദ്ധനേക്കാളും കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളായിരിക്കണം. കാരണം ആദികാവ്യം രാമായണം എന്ന് പറയുന്നത്
എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് BC തന്നെ കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ്, ക്രിസ്തുവിന് മുമ്പ് എഴുതപ്പെട്ടതാണ്. അവിടെ ഈ സുഗതൻ അല്ലെങ്കിൽ ശ്രീബുദ്ധൻ്റെ പിൻഗാമികൾ അല്ലെങ്കിൽ ശ്രീബുദ്ധൻ്റെ അനുയായികൾ ഇതിനെക്കുറിച്ച് എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? അതൊക്കെ PhD എടുക്കുന്ന ആളുകൾ, ഇതിനെയൊക്കെ കുറിച്ച് കൂടുതലായി കൂലങ്കഷമായി പഠിക്കാൻ ശ്രമിക്കുന്നവർ അവർ ചിന്തിച്ചോട്ടെ. ഈ കാലം ദേശം, വാൽമീകി എന്ന് പറയുമ്പോൾ തന്നെ പുറ്റിൻ്റെ ഉള്ളിൽ നിന്നും മൺപുറ്റിൽ നിന്ന് പുറത്തു വന്നയാളാണ്. ജീവനുള്ള ഒരു മനുഷ്യന് ചുറ്റും എങ്ങനെയാണ് മൺപുറ്റ് രൂപപ്പെടുക? അതാരും ചോദിക്കുന്നില്ല. നിർജീവ വസ്തുക്കൾ, അവയ്ക്ക് ചുറ്റുമാണ് ഈ പുറ്റ് എന്ന് പറയുന്ന സാധനം രൂപപ്പെടുന്നത്. ഒരു വ്യക്തി, അദ്ദേഹം അനങ്ങാതെ ഇരുന്നു, ധ്യാനനിമഗ്നനായിരുന്നു, അദ്ദേഹം പ്രപഞ്ചത്തെ മറന്ന സ്ഥിതിയിലായിരുന്നു, അദ്ദേഹത്തിന് ചുറ്റും മൺപുറ്റ് വളർന്നു, അതിൽ നിന്ന് പുറത്തു വന്നയാളാണ് വാൽമീകി എന്ന് പറയുന്നു. നമ്മുടെ ഈ മഹർഷിമാരാരും നേരാം വണ്ണം ഒരമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്നവരല്ല. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. ഒരമ്മ പെറ്റ മക്കളല്ല നമ്മുടെ മഹർഷിമാർ. അതൊക്കെ സൂക്ഷ്മ തത്വങ്ങളാണ്. മഹർഷിമാർ എന്ന പോലെ, മനുഷ്യർ എന്ന പോലെ അവരെ വർണ്ണിച്ചു. കൗശികൻ ഒരു മഹർഷിയാണ്. വിശ്വാമിത്രൻ എന്ന് പറയാറുണ്ട്. കൗശിക മഹർഷി എന്ന് പറഞ്ഞൊരു മഹർഷിയുണ്ട്. അദ്ദേഹം മുയലിൻ്റെ മുതുകിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ്. ഇതൊക്കെ നമ്മൾ കേട്ട് ഒരുമാതിരി ആശാക്കല്ലേ എന്ന് പറയാൻ തോന്നും. മുയലിൻ്റെ മുതുകിൽ നിന്ന് ജനിച്ചവനാണ് കൗശിക മഹർഷി. ഇനി കുംഭസംഭവൻ, കുടത്തിൽ നിന്ന് ജനിച്ച മഹർഷിയാണ് അഗസ്ത്യൻ. ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു ആക്ഷേപവും ഇല്ല, ഒരു ചോദ്യവും ചോദിക്കാനില്ല. ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് നമ്മളെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചതാണോ നമ്മുടെ പൂർവികർ? അല്ല, അല്ല, അല്ലേ അല്ല. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. ഈ പറയുന്ന ഋഷിമാരും അവരെഴുതിയതായി പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളും മനുഷ്യ ചരിത്രം അല്ല, ഈ ലോകത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ല ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നല്ലതുപോലെ ധരിച്ചുകൊണ്ട് ഇതൊക്കെ കേൾക്കണം. അപ്പോൾ ഭാവിയിലുണ്ടാകാൻ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന ബുദ്ധനെയും ബുദ്ധമതാനുയായികളെയും അവരുടെ വാദത്തെയും ഒക്കെ കുറിച്ച് ആദികവിയായ വാൽമീകി എങ്ങനെ തൻ്റെ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നു? അത് ഈ സംശയം വരാൻ കാരണം വാൽമീകി മഹർഷി ഒരാളാണെന്നും അദ്ദേഹം ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്നും അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ആദികാവ്യമായ രാമായണം എന്നും ഒക്കെ നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടാണ്. ഒരാളുടെ ഗ്രന്ഥത്തിൽ അയാൾ തന്നെ എങ്ങനെയാണ് കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുക? ജൂലിയസ് സീസർ എഴുതിയ ഷേക്സ്പിയർ, ആ ഷേക്സ്പിയർ ജൂലിയസ് സീസർ എന്നുള്ള നാടകത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറെ എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്, അതിലൊന്നിലും ജൂലിയസ് സീസർ കഥാപാത്രമായി വരാനുള്ള സാധ്യതയില്ല. ആത്മചരിത്രം അല്ലെങ്കിൽ ഒരാളുടെ ജീവചരിത്രം അതേ വ്യക്തി തന്നെ എഴുതുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒളിവിലെ ഓർമ്മകൾ, തോപ്പിൽ ഭാസിയുടെ ജീവചരിത്രം, ഒളിവിലെ ഓർമ്മകൾ, ഇപ്പം എൻ്റെ ജീവചരിത്രം ഞാൻ എഴുതുമ്പോൾ മാത്രമേ ഞാൻ അതിൽ ഒരു കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുകയുള്ളൂ. എൻ്റെ കൽപ്പനയിൽ ഉരുത്തിരിഞ്ഞ, എൻ്റെ ഭാവനയിലുണ്ടായ ഒരു കാവ്യത്തിൽ ഞാൻ എങ്ങനെയാണ് കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുക? അങ്ങനെ ഇന്നേ വരെ ഒരു ഗ്രന്ഥവും രചിക്കപ്പെട്ടിട്ടില്ലല്ലോ. പക്ഷേ ഈ ഇതിഹാസങ്ങൾ രണ്ടും എടുത്തു നോക്കൂ. രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് വാൽമീകി മഹർഷി. വാൽമീകിയുടെ ആശ്രമത്തിലാണ് സീത ഇരട്ടക്കുഞ്ഞുങ്ങളായ ലവനെയും കുശനെയും പെറ്റത്. വാൽമീകിയുടെ ആശ്രമത്തിലാണ് സുമന്ത്രർ തൻ്റെ രഥത്തിൽ സീതയെ കൊണ്ടാക്കിയത്. ഇനി മഹാഭാരതത്തിൽ വേദവ്യാസൻ ഒരു കേന്ദ്ര കഥാപാത്രമാണ്. മഹാഭാരതം എഴുതിയത് വേദവ്യാസനാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു വിട്ടിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ, ഇതൊന്നും
ജീവചരിത്രമല്ല. ഈ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറയപ്പെട്ടിട്ടുള്ള കാലഘട്ടങ്ങൾ ഈ ഭൂമിയിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് AD BC രചിക്കപ്പെട്ട പുസ്തകങ്ങളുമല്ല. അല്ല, ഇപ്പൊ പുസ്തകത്തിന്റെ രൂപത്തിലാണല്ലോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതെ, പക്ഷേ ഇതിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം മനുഷ്യ ചരിത്രമല്ല. രാമൻ ഒരു രാജകുമാരനുമല്ല, സീത ഒരു സ്ത്രീയുമല്ല. ഇവർ രണ്ടുപേരും മനുഷ്യരല്ലെങ്കിൽ ഇവർക്ക് ജനിച്ചതായി വാൽമീകി എഴുതി വെച്ച ലവനും കുശനും മനുഷ്യ കുഞ്ഞുങ്ങളാവാൻ പറ്റില്ല. അയോധ്യ ഈ ലോകത്തുള്ള ഒരു കാര്യമല്ല. മധുര ഈ ഭൂമിയിലുള്ളതല്ല. ഗംഗ, യമുന, കാവേരി, സരസ്വതി തുടങ്ങിയ നദികളും ഹിമാലയം, വിന്ധ്യൻ പോലെയുള്ള പർവ്വതങ്ങളും ത്രികൂടം അല്ലെങ്കിൽ മഹാമേരു ഇങ്ങനെയുള്ള പർവ്വതങ്ങളും ഈ ലോകത്ത് ഉള്ള പർവ്വതങ്ങളല്ല. അല്ല, നമ്മുടെ വടക്കേ അറ്റത്ത്, ഭാരതത്തിൻ്റെ വടക്കേ അറ്റത്ത് ഹിമാലയം എന്ന് പറഞ്ഞൊരു പർവ്വതം ഉണ്ടല്ലോ, അതുണ്ടാവാം. അതെങ്ങനെയാണ്? പക്ഷെ ആ ഹിമാലയത്തെക്കുറിച്ച് അല്ല നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. പുരാണങ്ങളിൽ പരാമർശിക്കപ്പെട്ട ഹിമാലയവും മറ്റ് നദികളും അവിടെയുള്ള കഥാപാത്രങ്ങളും സംഭവങ്ങളും ഇതൊക്കെ ഒരു വ്യക്തിയുടെ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളാണ്. അത് മനസ്സ് അല്ലെങ്കിൽ ബുദ്ധിയെ മാത്രം ആശ്രയിച്ച് ഉള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ പറയപ്പെട്ടത്. പിന്നെ എങ്ങനെ ഇവിടെ ഈ ഹിമാലയം എന്നുള്ള ഒരു പർവ്വതം നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, പുരാണങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന വാക്കുകളെ ഈ ലോകത്തുള്ള മലയ്ക്കും നദിക്കും ഒക്കെ ഇട്ടു. അതിനെന്താ? പുരാണ കഥാപാത്രമായ ശ്രീകൃഷ്ണനെ നമ്മുടെ കുട്ടികൾക്ക് ശ്രീകൃഷ്ണൻ, വിഷ്ണു, ഗോപാലൻ എന്നൊക്കെ പേരിടുന്നില്ലേ? അവരൊക്കെ യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഉപദേശിച്ച കൃഷ്ണന്മാരാണോ? ഗംഗ, യമുന, കാവേരി, സരസ്വതി തുടങ്ങിയ സർവ്വ നദികളും ഈ ലോകത്തുള്ള നദികളെയല്ല. അവയൊക്കെ മനുഷ്യ ശരീരത്തിലുള്ള സൂക്ഷ്മമായ നാഡികൾക്ക് ഋഷിമാർ നൽകിയ പേരുകളാണ്. സൂക്ഷ്മമായ നാഡികൾ, നാഡികളിലൂടെ ഒഴുകുന്നത് പ്രാണശക്തിയാണ്. ഊർജം, പ്രാണശക്തി എന്ന് പറയും. എങ്ങനെയാണോ നദികളിലൂടെ വെള്ളം ഒഴുകുന്നത്, അതുപോലെ ഈ നാഡികളാകുന്ന ചാനലുകളിലൂടെ പ്രാണശക്തി പ്രവഹിക്കുന്നു. ആ നാഡികൾക്കാണ് ഗംഗ, യമുന, കാവേരി തുടങ്ങിയ പേരുകളൊക്കെ നൽകിയത്. എല്ലാ നദികളും, അയോധ്യ ഏത് നദിയുടെ തീരത്താണ്? സരയൂ. സരയൂ നദിയുടെ തീരത്തിലാണ് അയോധ്യ. ഗംഗ വളരെ പാവനമായി കരുതപ്പെടുന്ന ഒരു നദിയാണ്. ഗംഗയിൽ കുളിച്ചാൽ എല്ലാ പാപങ്ങളും നശിപ്പിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഗംഗയിലുള്ള വെള്ളം മഴ പെയ്ത് മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഇവിടെയുള്ള കരമനയാറ്റിലോ കിള്ളിയാറ്റിലോ അല്ലെങ്കിൽ കോട്ടയത്തിന് അടുത്തുള്ള മീനച്ചലാറ്റിലോ അല്ലെങ്കിൽ കേരളത്തിലുള്ള 44 നദികളിൽ ഉള്ളാന്ന് പറയാൻ പറ്റില്ല, ഒരു കാലത്തുണ്ടായിരുന്ന 44 നദികളിൽ ഏത് വെള്ളമാണോ ഒഴുകുന്നത് അതേ വെള്ളം തന്നെയാണ് ഗംഗ, യമുന, കാവേരി തുടങ്ങിയ നദികളിലൂടെ ഒഴുകുന്നത്. പിന്നെ ഈ ഗംഗയ്ക്ക് മാത്രം എന്താണ് ഇത്ര സവിശേഷത? അല്ല, അങ്ങനെയാണ് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ശരി തന്നെ. പക്ഷേ അവിടെ ഉദ്ദേശിക്കപ്പെട്ട ഗംഗ, യമുന, സരസ്വതി, കാവേരി ഇങ്ങനെയുള്ള നദികളൊക്കെ നാഡികളെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. ഗംഗയിൽ കുളിച്ചാൽ പാപം തീരും എന്ന് പറഞ്ഞാൽ ആ നാഡീശുദ്ധി, അതായത് നാഡികളിലൂടെ നമ്മുടെ പ്രാണശക്തി വേണ്ടവണ്ണം പ്രവഹിച്ചാൽ നമ്മുടെ മനോമാലിന്യങ്ങൾ ഇല്ലാതാവും. നാഡികൾ സൂക്ഷ്മങ്ങളാണ്, ശരീരത്തിലുള്ള രക്തക്കുഴലുകളല്ല. ഇത് നല്ലതുപോലെ മനസ്സിലാക്കുക. 72,000 നാഡികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് എന്നാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ നാഡികൾക്കും
ഓരോരോ പേര് കൊടുത്തു. ഗാന്ധാരി, ധൃതരാഷ്ട്രരുടെ പത്നി എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് ഒരു നാഡിയുടെ പേരാണെന്ന് എത്ര പേർക്കറിയാം? ഗാന്ധാരി. നമ്മൾ നാഡികളുടെ പേരുകളായി അംഗീകരിച്ചിട്ടുള്ളത് ചിലതുണ്ട്. ഇട, പിങ്കള, സുഷുമ്ന. സുഷുമ്ന നട്ടെല്ലിൻ്റെ നടുക്കുകൂടെ താഴെ നിന്ന് ശിരസ് വരെ പോകുന്ന ഒരു നാഡിയാണ് സുഷുമ്ന. അതിൻ്റെ രണ്ട് വശത്തായി ഇടയും പിങ്കളയും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ വേറൊരു കാര്യമുണ്ട്. പുരുഷന്മാരിൽ ഏത് വശത്താണോ ഇട എന്ന നാഡി സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ എതിർവശത്താണ് സ്ത്രീകളിൽ ഈ നാഡി സ്ഥിതി ചെയ്യുന്നത്. ഇതൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകത്തില്ല. എല്ലാവർക്കും സുഷുമ്നയുടെ രണ്ട് വശത്ത് എന്ന് പറഞ്ഞാൽ ഇടതുവശം വലതുവശം എന്ന് രണ്ട് വശമുണ്ട്. അത് ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പുരുഷന്മാരിൽ സുഷുമ്നയുടെ വലതുവശത്താണ് ഇടാനാഡിയെങ്കിൽ സ്ത്രീകളിൽ അത് ഇടതുവശത്താണ്. രണ്ടിൻ്റെയും പേര് ഇട എന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്കറിഞ്ഞുകൂടാത്ത വളരെ സൂക്ഷ്മങ്ങളായ കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം അതൊന്നും നമുക്ക് വായിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അതൊന്നും നേരാൻ വണ്ണം നമുക്ക് പറഞ്ഞു തരാനുള്ള ആൾക്കാരുമില്ല. ഇപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ബുദ്ധമതാനുയായികൾ, ബുദ്ധൻ്റെ വാദത്തെ പിന്തുടരുന്നവർ. ബുദ്ധൻ്റെ വാദം എന്താണ്? ശൂന്യവാദം, ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഈ ബാലകൃഷ്ണൻ നായർ സാറ് ഒരു ബൗദ്ധനായിരുന്നോ എന്ന് എനിക്കൊരു സംശയം. കാരണം എന്നോട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ട് ഒന്നുമില്ല രമേശ്. അപ്പോൾ ബൗദ്ധനായിരുന്നോ ബാലകൃഷ്ണൻ നായർ സാറ്? അദ്ദേഹത്തെ വേദാന്തി എന്നാണ് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒന്നുമില്ല, ചുമ്മാ എന്ന് മോഹൻലാൽ പറയുന്ന പോലെ. അത് ഏത് സിനിമയാണ്? സുധി മോഹൻ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിനടുത്ത് ചോദിക്കായിരുന്നു. ഇത് രാവണപ്രഭുവോ? ഉസ്താദ് എന്നുള്ള സിനിമയിൽ മോഹൻലാൽ കൂടെ പറയും ചുമ്മാ. ഉസ്താദാണെന്ന് ഉറപ്പുണ്ടല്ലോ. ആ, മറ്റു കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും വാതിര സൗഗതാധ്യായേ യേ ലോകായതികാദയാ. ഈ ലോകായതം എന്ന് പറഞ്ഞ് ഒരു ദർശനമുണ്ട്. ചിലതൊക്കെ ബുദ്ധമതത്തിൻ്റെ തന്നെ ശാഖകളാണ്. ഇവിടെ എന്ത് മതം, എന്ത് ദർശനം ഉണ്ടായാലും അത് പിളരും. ഓരോ ശാഖയ്ക്കും ഓരോ നേതാവും ഉണ്ടാവും. നിങ്ങൾ ഏത് മതം വേണമെങ്കിലും എടുത്തോളൂ. ബുദ്ധമതം, മഹായാനം, ഹീനയാനം, രണ്ട് മാർഗങ്ങളുണ്ട്. ജൈനമതത്തെ എടുത്താൽ ശ്വേതാംബരന്മാർ, ദിഗംബരന്മാർ ഉടുതുണിയില്ലാതെ നടക്കുന്നവരാണ്, ദിക്ക് അമ്പരമായിട്ടുള്ളവരാണ്. ശ്വേതാംബരന്മാർ തൂവെള്ള വസ്ത്രം ധരിച്ച് നടക്കുന്നവരാണ്. എന്തിനാണ് ഒരു മതം ഇങ്ങനെ രണ്ടായി വിഭജിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ആളാവാൻ. രാഷ്ട്രീയ പാർട്ടികൾ എന്തിനാണ് പിളരുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കേരള കോൺഗ്രസ്, പിന്നെ മാണി കോൺഗ്രസ്, പിന്നെ ജോസഫ് ഗ്രൂപ്പ്, ആന്റണി ഗ്രൂപ്പ്. എന്തിനാണ് ഇത്രയെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്ക് ആളാവണം. ഒറ്റ പാർട്ടിയേ ഉള്ളൂവെങ്കിൽ അതിൻ്റെ തലപ്പത്ത് കുറച്ച് ആളുകളുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ നോക്കുകുത്തികളെ പോലെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇപ്പോൾ ഓരോരുത്തർക്ക് ആളാവണമെങ്കിൽ, നേതാവ് കളിക്കണമെങ്കിൽ പാർട്ടി പിളർന്നേ പറ്റൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മതങ്ങളിലും സംഭവിച്ചത്. ഈ ബുദ്ധൻ്റെ പിൻഗാമികളാകട്ടെ, ലോകായതികന്മാരാകട്ടെ, സംവിദാകാശമുത്സൃജ്യ യന്മന്യന്തേ തതുച്യതാം. അവരുടെ വാദങ്ങളിൽ വ്യത്യസ്തതയുണ്ടാവാം. ഇവരൊക്കെ സംവിത്തിനെ മാറ്റി നിർത്തിയാൽ വേറെ എന്താണ് ഇവരുടെ ദർശനങ്ങളിലുള്ളത്? നിരീശ്വരവാദം, ഈശ്വരനില്ല എന്ന് വാദിക്കുന്ന കൂട്ടരുണ്ട്.
നാസ്തികന്മാർ എന്ന് പറയും. ഈ നാസ്തികന്മാർ ഈശ്വരനില്ല എന്ന് പറയുന്നവരാണ്. അവരാരും സ്വയം ഇല്ല എന്ന് സമ്മതിക്കാൻ തയ്യാറല്ല. ഉണ്ടോ? ഈശ്വരനെയാണ് അവർ നിഷേധിക്കുന്നത്. തൻ്റെ അസ്തിത്വത്തെ അവർക്ക് നിഷേധിക്കാനുള്ള ധൈര്യമുണ്ടോ? നിഷേധിക്കാൻ പറ്റില്ല. ഞാനില്ല എന്ന് പറയുന്നവർ വേദാന്തികളായിരിക്കും. അവർ സ്വയം ബ്രഹ്മമാണ് എന്ന് സാക്ഷാത്കരിച്ചത് കൊണ്ട് താൽക്കാലികമായി പൊന്തിമറയുന്ന ജീവഭാവത്തെ അവർ നിഷേധിക്കുന്നു. അതിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മത്തെ താനാണ് എന്ന് അവർ സാക്ഷാത്കരിക്കുന്നു. ഇപ്പം നിരീശ്വരവാദികൾ ഈശ്വരനെ നിന്ദിക്കുന്നു, ഈശ്വരനെ നിഷേധിക്കുന്നു. പക്ഷേ അവരുടെ അസ്തിത്വത്തെ നിഷേധിക്കാൻ അവർ തയ്യാറല്ല. ഇനി ബൗദ്ധമതം എടുക്കാം. ശൂന്യവാദം. പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനം ശൂന്യതയാണ്. ശൂന്യതയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ഇതാണ് അവരുടെ വാദം. ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായത് നിങ്ങൾ കണ്ടുവോ? നിങ്ങൾ അനുഭവിച്ചിട്ടാണോ അത് പറയുന്നത്? അല്ല, നിങ്ങളുടെ ബുദ്ധിയിൽ വിടർന്ന ഒരു ഭാവന മാത്രമാണത്. കാരണം മനസ്സ് ഏകാഗ്രപ്പെട്ട് സങ്കല്പങ്ങളൊക്കെ ഓരോന്നായി കൊഴിഞ്ഞുപോയി അവസാനം ഒന്നുമില്ലാത്ത ഒരു ശൂന്യ അവസ്ഥയുണ്ടാവുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അത് ബുദ്ധനായാലും ബുദ്ധൻ്റെ അനുയായികളായാലും ആ ശൂന്യതയെ ഭേദിച്ചുകൊണ്ട് അതിനപ്പുറത്ത് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ശൂന്യതയാണ് പ്രപഞ്ചത്തിൻ്റെ കാരണം എന്നവർ തർക്കിച്ചു, വാദിച്ചു, പ്രചരിപ്പിച്ചു. അവരെത്തിയത് അവ്യക്തം എന്നുള്ള ഒരു തലത്തിലാണ്. ശ്രീബുദ്ധൻ ഉൾപ്പെടെ എത്തിയത് അവ്യക്തം എന്ന തലത്തിലാണ്. അതായത് സങ്കല്പങ്ങളെല്ലാം പൂർണ്ണമായി ഉപശമിക്കുമ്പോൾ വിശേഷിച്ച് ഒന്നും അറിയപ്പെടാത്ത ശൂന്യത പോലെയുള്ള അല്ലെങ്കിൽ ശൂന്യത എന്നുള്ള ഒരവസ്ഥയുണ്ടാവും. അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതാണ് അന്തിമമായ സത്യം എന്നവർ തീരുമാനിച്ചു. അല്പമൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം അവർക്ക് സംഭവിക്കത്തില്ലായിരുന്നു. എന്താണ്? ശൂന്യത മാത്രമാണ് സത്യം. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. ഞങ്ങൾ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയപ്പോൾ ഈ ശൂന്യതയുടെ അനുഭവമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഓക്കെ, ശൂന്യതയുടെ അനുഭവം ആർക്ക്? ശൂന്യത ഉണ്ടെന്ന് അനുഭവിച്ച ഒരു വ്യക്തിക്കായിരിക്കുമല്ലോ. ആ വ്യക്തി എന്ന് പറയുന്നത് ബോധമാണ്, ബ്രഹ്മമാണ്. അപ്പോൾ ശൂന്യതയെ അനുഭവിച്ചവനെ ശ്രദ്ധിക്കാതെ ശൂന്യതയിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരാളാണ് ശൂന്യവാദത്തെ പ്രചരിപ്പിക്കുന്നത്. ശൂന്യത എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. പ്രപഞ്ചം എന്നുള്ളത് എങ്ങനെയാണോ ഒരു അനുഭവമായി നമ്മുടെ അനുഭവ മണ്ഡലത്തിലുള്ളത്, അതുപോലെ ഒന്നുമില്ലായ്മ എന്നുള്ളതും നമ്മുടെ ഒരു അനുഭവമാണ്. അതിനെ അനുഭവിച്ച ഒരാൾ വേണ്ടേ? അയാളെ എങ്ങനെ നമുക്ക് നിഷേധിക്കാൻ പറ്റും? ആ അനുഭവിച്ചവൻ ബോധമാണ്. ഇങ്ങനെ ഏത് വാദത്തെ വേണമെങ്കിലും നിങ്ങൾ അംഗീകരിച്ചോളൂ. അതാത് വാദങ്ങൾ ഓരോ വ്യക്തിയുടെ ബുദ്ധിയിൽ, ആ ദർശനങ്ങൾ, ചിന്താ പദ്ധതികൾ ബുദ്ധിയിൽ ഉദിച്ചവയാണ്. ആ ബുദ്ധിക്ക് അധിഷ്ഠാനമായിരിക്കുന്ന ആ ദർശനങ്ങളെ വേർതിരിച്ചറിയുന്ന ബോധമാണ് അതാത് മതത്തിൻ്റെ ആചാര്യന്മാരായി വാഴ്ത്തപ്പെടുന്നത്. ഈ ബോധത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ എന്തുണ്ട്? വേറെ എന്താണുള്ളത്? അറിയാൻ കഴിവുള്ളത് ഈ ബോധം മാത്രമാണ്. എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചു തരുന്നത്, അറിയിച്ചു തരുന്നത്, അനുഭവിപ്പിച്ചു തരുന്നത് ബോധമാണ്. ബോധമില്ലെങ്കിൽ എന്ത് ദർശനം, എന്ത് ചിന്താപദ്ധതി, ഒന്നിനും അർത്ഥമില്ല. പക്ഷേ ഇത് അതിസൂക്ഷ്മമായ ഒരു സത്യമായതുകൊണ്ട് ഇതിനെ വേർതിരിച്ചറിയാൻ മനുഷ്യബുദ്ധിക്ക് സാധിക്കുന്നില്ല. സംവിതാകാശമുത്സൃജ്യ എൻ മന്യന്തേ തതുച്യത. ബോധത്തെ മാറ്റി നിർത്തിയാൽ ഇവിടെ എന്താണുള്ളത്? രാമ, ഒന്ന് പറയൂ. ബോധത്തെ മാറ്റി നിർത്തിയാൽ മറ്റെന്താണ് ഇവിടെ ഉള്ളത്? ഈശ്വരനുണ്ടോ?
അല്ല, ഈശ്വരനുണ്ടോന്ന്. ഈശ്വരനെ, ഇത് ഈശ്വരനാണ്, എൻ്റെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഈശ്വര ദർശനം ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഒരുവന്റെ ഉള്ളിൽ ഈ ബോധം വേണ്ടേ? ആ ബോധമാണ് പുറമേ ഒരു രൂപത്തോടു കൂടി ഈശ്വരനായി പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ള സത്യം ഈ പാവം അറിയുന്നില്ല. ബോധമാണ് നാമരൂപങ്ങൾ അംഗീകരിക്കുന്നത്. എവിടെയും നാമരൂപങ്ങൾ കള്ളമാണ്. നാമരൂപങ്ങളായി പ്രകടമാകാൻ ഒരു സത്യം, ഒരു ഉണ്മ ഉണ്ടായേ പറ്റൂ. ആ ഉണ്മയാണ് ബ്രഹ്മം, പരമാത്മാവ് അല്ലെങ്കിൽ ആത്മാവ്, ബോധം, അറിവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതില്ലെങ്കിൽ ഒന്നുമില്ല. അനുഭവം ഇല്ലാത്തയിടത്ത് എന്തുണ്ടാവും ഒന്ന് പറയൂ. അനുഭവത്തെ മാറ്റി നിർത്തിയാൽ ഈ ലോകത്ത് വേറെ എന്തുണ്ട്? കോപം അനുഭവമാണ്. ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നു, ഞാനിപ്പോൾ കുപിതനാണ്, അറിഞ്ഞിട്ടാണ് പറയുന്നത്. കാമം അനുഭവമാണ്. ഭക്തി അനുഭവമാണ്. അറിവ് അനുഭവമാണ്. രാപ്പകലുകൾ അനുഭവമാണ്. ബാഹ്യ വസ്തുക്കൾ അനുഭവമാണ്. അനുഭവത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഇവിടെ ഉണ്ടോ? ശൂന്യത പോലും അനുഭവത്തിലാണ് നിൽക്കുന്നത്. ശൂന്യതയുടെ അനുഭവം. ഇപ്പൊ ഈ അനുഭവത്തെ മാറ്റി നിർത്തിയാൽ വേറെ എന്താണ് ഈ ലോകത്തിൽ ഉണ്ടാവുക? ലോകം തന്നെ ഒരു അനുഭവമാണ്. പ്രപഞ്ച അനുഭവം. ശരീരമുണ്ട് എന്നുള്ള അനുഭവം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഉൾപ്പെടെ, അജ്ഞാനം ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ഞാൻ അറിയുന്നു, ഞാൻ അനുഭവിക്കുന്നു. എന്തും ഉള്ളതായി തീരുന്നത് അനുഭവത്തിൽ, അനുഭവത്തിൽ, അനുഭവത്തിൽ മാത്രം. അനുഭവത്തിൽ ഇല്ലാത്ത ഒന്ന് ഒരിടത്തും ഉണ്ടാവാൻ പറ്റില്ല. ആ അനുഭവത്തെ നമുക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? കേവലമായ ശുദ്ധമായ അനുഭവത്തിൻ്റെ പേരാണ് ബ്രഹ്മം. അതുകൊണ്ട് ഈ ബോധാകാശത്തെ മാറ്റി നിർത്തിയാൽ രാമ, ബാക്കി എന്തുണ്ട് എന്ന് നീ എന്നോടൊന്ന് പറഞ്ഞു കേൾപ്പിക്കുക. ഓരോ വ്യക്തിയും തൻ്റെ അസ്തിത്വത്തെ അനുഭവത്തിലൂടെ അറിയുകയാണ് ചെയ്യുന്നത്. ഞാനുണ്ട് എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. നാം ഓരോരുത്തരുടെയും അനുഭവമാണ്. എല്ലാം അനുഭവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അനുഭവമില്ലാതെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഈ അനുഭവം എവിടെ നിൽക്കും? അനുഭവം അനുഭവിയിൽ നിൽക്കുന്നു എന്നാണ് ലാൽ സാർ അഭിപ്രായപ്പെടുന്നത്. ഞാൻ പറയുന്നത് അനുഭവി എന്നുള്ളത് പൊന്തിയത് അനുഭവത്തിലാണ്. അനുഭവം അനുഭവത്തിലാണ് നിൽക്കുന്നത്. അതിന് നിൽക്കാൻ മറ്റൊരിടമില്ല. അനുഭവി പോലും അനുഭവത്തിലാണ് നിൽക്കുന്നത്. അനുഭവി എവിടെ നിന്ന് പൊന്തി? അനുഭവിക്കുന്നവൻ, ഈ ജീവൻ, വ്യക്തിത്വം, ഞാൻ എന്ന ഭാവം, ഇതെവിടെ നിന്ന് പൊന്തി? കേവലമായ ബോധത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് പൊന്തിയതാണ്. അനുഭവത്തിൽ നിന്ന് പൊന്തിയതാണ് ദ്രഷ്ടാവും ആ ദ്രഷ്ടാവ് ഉണ്ടെന്ന് അനുഭവിക്കുന്ന ദൃശ്യങ്ങളും. ദൃശ്യങ്ങൾ ദ്രഷ്ടാവിലാണ് നിൽക്കുന്നത്. ദ്രഷ്ടാവ് കേവലമായ ബോധത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വ്യക്തിത്വം, ജീവഭാവം അനുഭവത്തിലാണ് നിൽക്കുന്നത്. ജീവഭാവം ചില സമയത്ത് അനുഭവത്തിലുണ്ടാവും, ചില സമയത്തിൽ അത് അപ്രത്യക്ഷമാകും. പക്ഷേ അനുഭവം മാറുന്നില്ല. ജീവന്റെ ഉണ്മ എന്നുള്ളത്, ജീവനുണ്ട് എന്നുള്ളത് അനുഭവമാണ്. സുഷുപ്തിയിലും മോഹാലസ്യത്തിലും ജീവനുണ്ട് എന്നുള്ള അനുഭവമില്ല. പക്ഷേ അനുഭവം ഒടുങ്ങുന്നില്ല. സുഷുപ്തി അല്ലെങ്കിൽ അബോധാവസ്ഥ എന്ന് പറയുന്നത് അനുഭവമാണ്. അതിനെ അനുഭവിച്ച ഒരാളുണ്ട്, ഉണ്ടാവണം. ശുദ്ധമായ അനുഭവം എന്ന് പറയുന്നത് ശുദ്ധമായ അറിവ് തന്നെയാണ്. അറിവ്, അനുഭവം ഇത് വേറെ വേറെയല്ല. അനുഭവിയാതറിവിയില്ല എന്ന് ഗുരുദേവൻ പറയുന്നുണ്ട് ആത്മോപദേശ ശതകത്തിൽ. അനുഭവിക്കാതെ നിങ്ങൾക്ക് ഈ സത്യത്തെ
അറിയാൻ സാധ്യമല്ല. ആട്ടെ, ഈ സത്യത്തിനെ ഒരാൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? കേവലമായ അനുഭവമായിട്ടാണ് അനുഭവിക്കുന്നത്. നമുക്ക് ഈ കേവലമായ അനുഭവം എന്ന് പറഞ്ഞാൽ അത് പിടികിട്ടുന്നില്ല. നമുക്ക് എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവരും ചേർത്താണ് ഞാൻ പറയുന്നത്. ആർക്കൊക്കെ ഈ ആത്മതത്വം പിടികിട്ടാതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ സാക്ഷാത്കരിക്കാത്തവരായി ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഈ കേവലമായ അനുഭവം എന്താണ് എന്നുള്ളതിനെ അറിയുന്നില്ല. കേവലമായ അനുഭവത്തെ എവിടെ അന്വേഷിക്കും? എവിടെ തേടിയാൽ അത് കിട്ടും? പ്രപഞ്ചത്തിൽ അന്വേഷിച്ചാൽ കേവലമായ അനുഭവത്തെ അറിയാൻ സാധ്യമല്ല. കാരണം അത് ദ്വൈതാനുഭവമാണ്, സാപേക്ഷമായ അനുഭവമാണ്. കേവലമായ അനുഭവം എന്ന് പറഞ്ഞാൽ നിരപേക്ഷമായ അനുഭവം എന്നാണ് അർത്ഥം. മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായി താൻ മാത്രമായി നിൽക്കുന്ന അനുഭവമാണ് കേവലമായ അനുഭവം. അതിന് താൻ മാത്രമായിട്ട് നിന്നാലേ പറ്റൂ. അതിനോടുകൂടെ ഞാനിനെ കൂടെ ചേർത്ത് നിർത്തിയാൽ അത് ജീവൻ്റെ അനുഭവമായി പോകും. ജീവൻ എന്നുള്ള അനുഭവം കേവലമായ തത്വത്തിൽ അത് മാത്രമേ ഉള്ളൂ. അത് ശുദ്ധമായ അനുഭവമാണ്. അവിടെ അറിയപ്പെടാൻ മറ്റൊന്ന് ഉണ്ടാവില്ല. അറിയപ്പെടുന്നത് എവിടെയുണ്ടോ അതൊക്കെ സാപേക്ഷമായ അനുഭവങ്ങളാണ്. ഇനി ചോദിച്ചു. ബോധമില്ലെങ്കിൽ ഉണ്മയുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ബോധം തന്നെയാണ് ഉണ്മ, ഉണ്മ തന്നെയാണ് ബോധം. ഇനി ചോദിച്ചോളൂ. ഉണ്മയുടെ അനുഭവം അതാണ് ബോധം. ബോധം തന്നെ അനുഭവമാണ്. ബോധമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല. കാരണം അത് എപ്പോഴും ഉള്ളതാണ്. ബോധത്തിൻ്റെ സവിശേഷതയാണ് ഈ അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഏത് ദ്വൈതാനുഭവത്തെയും അറിയുന്നത് ഈ കേവലമായ ബോധമാണ്. അതിൻ്റെ സ്വരൂപം തന്നെ ബോധമാണ്, അല്ലെങ്കിൽ അനുഭവമാണ്. ആ അനുഭവത്തിലൂടെ നമ്മൾ നേടുന്നതാണ് അറിവ്. അറിവ് എന്നുള്ളത് അനുഭവത്തിലൂടെ നേടപ്പെടുന്നതായതുകൊണ്ട് അവ രണ്ടും ഒന്ന് തന്നെ. എനിക്കൊരു കാര്യം അറിയാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണ്? എനിക്കൊരു കാര്യം അറിയാം, എനിക്കൊരു ഭാഷ അറിയാം, അല്ലെങ്കിൽ ഒരു വിഷയം അറിയാം, ഒരു വ്യക്തിയെ അറിയാം, ഒരു ശാസ്ത്രം അറിയാം. ഇത് അനുഭവമല്ലാതെ പിന്നെ എന്താണത്? അല്ല, അത് അറിവല്ലേ? അറിവെന്ന് പറയുന്നത് അനുഭവമാണ്. എനിക്കറിയാം എന്ന് നിങ്ങൾ അറിയുന്നു, അനുഭവിക്കുന്നു. അറിവ്, അനുഭവം തുടങ്ങിയവയൊക്കെ പര്യായപദങ്ങളാണ്. അറിവ്, അനുഭവം, ഉണ്മ, സത്ത, ചിത്ത്, ആനന്ദം, ആത്മാവ്, ബ്രഹ്മം, ഭഗവാൻ, ദൈവം, ഈശ്വരൻ, ഈ ലോകത്ത് എന്തെന്തൊക്കെ ഉണ്ടോ അതെല്ലാം ആത്മാവിൻ്റെ പര്യായപദങ്ങളാണ്. അനുഭവവും അനുഭവിയും ഒന്നല്ലേ? സാറിൻ്റെ തീരുമാനം എന്താണ്? അതൊന്ന് കേൾക്കട്ടെ. ഒന്നാണ്. പിന്നെ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. രണ്ടായിട്ട് ഞാൻ പറഞ്ഞില്ല. അനുഭവം, അനുഭവി എന്ന രണ്ട് വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുന്നു. അനുഭവി പൊന്തിയത് ശുദ്ധമായ അനുഭവത്തിൽ നിന്നാണ്. അതുകൊണ്ട് അനുഭവി എന്ന പേരിൽ അറിയപ്പെടുന്നത് കേവലമായ അനുഭവം തന്നെ. ഇവയ്ക്ക് തമ്മിൽ ഭേദമില്ല. പക്ഷേ ഈ അനുഭവി എന്ന് പറഞ്ഞാൽ ജീവൻ ആത്മാവിനെ അനുഭവിക്കാൻ ശ്രമിക്കുന്നു, അറിയാൻ ശ്രമിക്കുന്നു. മറ്റൊരു വസ്തു എന്ന പോലെ അതിനെ തൻ്റെ അറിവിൻ്റെ പരിധിക്കകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അവിടെയാണ് കുഴപ്പം. അറിവിൻ്റെ പരിധിയിൽ പെടുന്നതല്ല അറിവ്. മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായിട്ടില്ല. തലയാട്ടിയാൽ ഞാൻ സമ്മതിച്ചു തരില്ല. അറിവിൻ്റെ അനുഭവത്തിൽ പെടുന്നതല്ല അറിവ്. അറിവിനെ അനുഭവിക്കാൻ സാധ്യമല്ല, മാറി നിന്നു. ഇത് അറിവാണ് എന്ന് അറിവിനെ മാറി നിന്നുകൊണ്ട് അറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ബോധമായിരുന്നു കൊണ്ട് മാത്രമേ അതിനെ അറിയുന്നുള്ളൂ.
ബോധത്തിന് തന്നെ മറ്റൊന്നെന്ന പോലെ ഒരു ദൃശ്യമോ അല്ലെങ്കിൽ വേറൊരു വിഷയം എന്ന പോലെ മാറ്റി നിർത്തിയിട്ട് അതിനെ അറിയാൻ പറ്റില്ല. അങ്ങനെ അറിഞ്ഞാൽ അത് ദ്വൈതാനുഭവമാകും. ഈ പ്രപഞ്ചം അങ്ങനെയുള്ള ഒരു അറിവാണ്. ഞാനാണ് എൻ്റെ ദൃശ്യമായി കാണപ്പെടുന്നത് എന്ന സത്യം തിരിച്ചറിയാതെ മറ്റൊന്നെന്ന പോലെ നാം നമ്മെ തന്നെ അറിയുന്നു. അതാണ് ഈ ലോകം. അതാണ് ഈ ലോകം. ഇത് എത്ര പറഞ്ഞാലും മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, അനുഭവിയാതറിവിയില്ല. ഈ സത്യത്തെ ഓരോ വ്യക്തിയും തൻ്റെ ഉള്ളിൽ സാക്ഷാത്കരിച്ചാലല്ലാതെ താനാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി മാറിയിരിക്കുന്നത് എന്നുള്ള സത്യത്തെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞവർ എന്താണ് പ്രഖ്യാപിക്കുന്നത്? സ്വാമി രാമതീർത്ഥനെ പോലെയുള്ളവർ, ഉപനിഷത്തിലെ ഋഷി എന്താ പറയുന്നത്? സൂര്യനായി പ്രകാശിക്കുന്നത് ഞാനാണ്. നമുക്ക് പറയാൻ പറ്റില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രപഞ്ച ഘടകങ്ങളും മലയും കാടും മരങ്ങളും നദികളും എല്ലാം ഞാനാണ്. ഇയാൾക്ക് തലയ്ക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്, എന്തോ പ്രശ്നമുള്ള ആളാണ്. ഇയാളുടെ അടുത്ത് കൂടണ്ട. ചിലപ്പോൾ ഈ ഭ്രാന്ത് നമുക്കും പകർന്നു കിട്ടിയാലോ? ഭ്രാന്ത് തെളിഞ്ഞതിൻ്റെ ലക്ഷണമാണ്. ഭ്രാന്ത് തെളിഞ്ഞതിൻ്റെ ലക്ഷണമാണ്. ഭ്രാന്തന്മാരാണ് ദ്വൈതത്തെ സത്യമെന്ന് കരുതുക. അദ്വൈതികൾ ഭ്രാന്ത് തെളിഞ്ഞവരാണ്. അവരുടെ അനുഭവത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. പല രൂപങ്ങളിൽ അത് കാണപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ ദൃശ്യങ്ങളിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എൻ്റെ ദൃശ്യമായി കാണപ്പെടുന്നത് എന്നവർ വ്യക്തമായി അറിയുന്നു. തെളിവോടുകൂടി, നല്ല തെളിച്ചത്തോടുകൂടി അനുഭവിക്കുന്നു. അതുകൊണ്ട് ബോധാകാശത്തെ മാറ്റി നിർത്തിയാൽ വേറെ എന്തുണ്ട്? ഒന്നും ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ളത് വസിഷ്ഠ മഹർഷിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് രാമ നീ കരുതുകയാണെങ്കിൽ ബോധത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഉള്ള ആ ഒന്നിനെ എനിക്കൊന്ന് പറഞ്ഞു തരും. അറിവിൽപ്പെടാത്ത എന്ത് ഈ ലോകത്തിലുണ്ട്? അറിവില്ലായ്മ പോലും അറിവിനകത്താണ്. എനിക്കൊരു കാര്യം അറിയില്ല എന്ന് നിങ്ങൾ അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അറിവില്ലായ്മ അറിവിൻ്റെ വിഷയമാണ്. അറിവ് എന്നുള്ളതും അറിവിൻ്റെ വിഷയമാണ്. അല്ല, കുറച്ചു മുമ്പേ പറഞ്ഞു അറിവിനെ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പം നേരെ വിരുദ്ധമായിട്ട് സംസാരിക്കുന്നതോ? ബ്രഹ്മജ്ഞാനം അറിവിന് വിഷയമാകുന്ന ഒന്നാണ്. അത് അറിവ് തന്നെയാണ്. അറിവിനാണ് അറിവിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നത്. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മനസ്സിലാകുന്നില്ല. അറിവിനാണ് അറിവിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നത്. അത് മാറി നിന്നുള്ള അറിവല്ല. ഞാൻ ബോധമാണ് എന്നുള്ള അറിവ് സ്വയം നേടുന്നു. ആ അറിവ് ആർക്ക് എന്നുള്ള ചോദ്യം മാത്രം നിങ്ങൾ ചോദിക്കരുത്. ബ്രഹ്മജ്ഞാനം ആർക്ക്? ജീവനാണ് എന്ന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ, ജീവൻ അല്പനാണ്, പരിമിതനാണ്. ഈ ജീവഭാവത്തിന് ഒരിക്കലും അനന്തമായ ബോധത്തെ അറിയാൻ സാധ്യമല്ല. ശരി, അങ്ങനെയാണെങ്കിൽ ബ്രഹ്മജ്ഞാനം ബ്രഹ്മത്തിനാണ് എന്ന് പറഞ്ഞാലോ? ബ്രഹ്മജ്ഞാനം ബ്രഹ്മത്തിന് എന്തിന്? അത് അറിവ് സ്വരൂപമായിട്ടുള്ളതാണ്. അതിന് അജ്ഞാനം എന്ന ഒരവസ്ഥ സംഭവിച്ചിട്ടേ ഇല്ല. പിന്നെ ആ ബ്രഹ്മത്തിന് എന്തിന് ബ്രഹ്മജ്ഞാനം? പിന്നെ ഇത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ, എല്ലാ അറിവും ബ്രഹ്മത്തിനാണ്. അറിവില്ലായ്മ പോലും അറിവിൻ്റെ വിഷയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ബ്രഹ്മജ്ഞാനവും ബ്രഹ്മത്തിനാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ അത് മറ്റൊന്നിനെ കുറിച്ചുള്ള അറിവല്ല, ബ്രഹ്മമല്ലാത്ത ഒന്നിനെ കുറിച്ചുള്ള അറിവല്ല ബ്രഹ്മജ്ഞാനം.
എല്ലാം ബ്രഹ്മമാണ് എന്നുള്ള അറിവാണ് ബ്രഹ്മജ്ഞാനം. ആ അറിവ് ബ്രഹ്മത്തിനല്ലാതെ മറ്റാർക്കാണ്